നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഏതൊക്കെയാണ് ഓപ്ഷൻ? സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി, ഡയമെൻഷൻലെസ്, നത്തിങ് ക്യാൻ ബി സെഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു ടേം ആണല്ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എത്രമാത്രം വർക്ക് ഇലക്ട്രിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ചെയ്യണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതായത് ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത് പാത്തിൽ കൂടെ വന്നാലും ആ രണ്ട് ഫൈനൽ പോയിന്റിന് ഇടയ്ക്കാണ് എങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അത് പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റർ, ഡി സി ജനറേറ്റർ, ഡി സി മോട്ടർ. സോ മെയിനായിട്ട് നമ്മൾ രണ്ട് റൂളാണ് നമ്മളിവിടെ പഠിക്കുന്നത് അല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട് അല്ലേ. സോ നമ്മളത് എഴുതി കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും നമുക്കുണ്ട്. സോ ഇത് എപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് മാറിപ്പോകുന്നു അല്ലേ. സോ ഇത് മാറിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജനറേറ്റർ എന്ന് എഴുതുക അല്ലേ, ജനറേറ്റർ എന്ന് എഴുതുക. അതുപോലെ തന്നെ മോട്ടർ എന്ന് എഴുതുക അല്ലേ. ജനറേറ്റർ മോട്ടർ എഴുതി കഴിഞ്ഞാൽ ജനറേറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ജനറേറ്റർ 2R കാണാൻ പറ്റൂ അല്ലേ. 2R കാണാൻ പറ്റുമ്പോൾ എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലാണ് നമുക്ക് 2R കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഏതിനായിരിക്കും? ജനറേറ്ററിനായിരിക്കും. അതുപോലെ മോട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാറുള്ളൂ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാറേ കാണാൻ പറ്റുള്ളൂ. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? മോട്ടറിനായിരിക്കും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഏത്? മോട്ടറിംഗ് ഓപ്പറേഷൻ ആണ് നമുക്ക് തരുന്നത് അല്ലേ. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ മോട്ടർ ഏതാണ്? ഡി സി മോട്ടർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളോട് പറയുന്നത്? ദാറ്റ് ഈസ് ഇഫ് യു സ്ട്രെച്ച് യുവർ തം, ഫോർഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ടു റെപ്രസെന്റ് എ മ്യൂച്വലി പെർപെൻഡിക്കുലർ സിസ്റ്റം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ സിസ്റ്റം വരാൻ പാകത്തിന് നിങ്ങൾ പ്ലേസ് ചെയ്തു. നിങ്ങളുടെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തമ്പായിരിക്കും എന്തിന്റെ? നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് നമ്മുടെ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ തരുന്നത് ഏതായിരിക്കും? നമ്മുടെ തമ്പായിരിക്കും. അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടറിംഗ് ഓപ്പറേഷൻ ആണ് നമുക്ക് തരുന്നത്. അതേസമയം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് ജനറേറ്റിംഗ് ഓപ്പറേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ഇത് മാറിപ്പോകാതിരിക്കാൻ ഇന്ന് എഴുതി നോക്കിയാൽ മതി. മാറിപ്പോകുന്നുള്ളവർക്ക് സംശയമാണെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് നോർട്ടൺസ് തിയറം ടു എ സർക്യൂട്ട് yields. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഈക്വലന്റ് കറന്റ് സോഴ്സ്, ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ സീരീസ്, ഈക്വലന്റ് ഇംപിഡൻസ്, ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ പാരലൽ. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് എന്താണ് നോർട്ടൺസ് തിയറം എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. സോ നമുക്ക് നോർട്ടൺസ് തിയറം എന്താണെന്ന് നോക്കാം. ഈ നോർട്ടൺസ് തിയറം പറയുന്നത് എന്താണ്? എനി ലീനിയർ ബൈലാറ്ററൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഈക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ കറന്റ് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റർ RN. ഏതൊരു ലീനിയർ ബൈലാറ്ററൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് എടുത്താലും അതിനെ എനിക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കറന്റ് സോഴ്സ് IN. അതായത് ഇതൊരു ടു ടെർമിനൽ നെറ്റ്വർക്ക് ആണെങ്കിൽ ഒരു ലീനിയർ ബൈ ഡയറക്ഷണൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിനെ എനിക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോർട്ടൺസ് തിയറം പറയുന്നത്? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ കറന്റ് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് RN. ഒരു IN-ഉം അതിന് പാരലായിട്ട് ഒരു RN-ഉം വെച്ചിട്ട് എനിക്ക് ഈ ഒരു ബ്ലോക്കിനെ എന്ത് ചെയ്യാം? എനിക്ക് റെഡ്യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോർട്ടൺസ് തിയറം നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലേ. സോ ഈ IN എന്ന് പറയുന്നത് എന്തായിരിക്കും? IN is the ഷോർട്ട് സർക്യൂട്ട് കറന്റ് ത്രൂ ദ ടെർമിനൽ. സോ ഏത് ടെർമിനൽസിന് അക്രോസ് ആയിട്ടാണോ നമുക്ക് നോർട്ടൺ ഈക്വലന്റ് കണ്ടുപിടിക്കുന്നത് ആ ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ IN അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് RN കാൽക്കുലേറ്റ് ചെയ്യാം? RN എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് അറ്റ് ദ ടെർമിനൽസ് വെൻ ദ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആർ ടേൺഡ് ഓഫ്. അതായത് ഏത് ടെർമിനൽസിന് അക്രോസ് ആണോ എനിക്ക് ഈക്വലന്റ് കണ്ടുപിടിക്കുന്നത് ആ ടെർമിനൽസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് RN. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡന്റ് സോഴ്സസിനെ ടേൺ ഓഫ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് സോഴ്സസിനെ ടേൺ ഓഫ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? ഓരോ സോഴ്സും അതിന്റെ ഇന്റേണൽ ഇംപിഡൻസ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നാണ് ടേൺ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക, ഒരു കറണ്ട് സോഴ്സ് ആണെങ്കിൽ ആ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നത്? RN നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
സോ നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോർട്ടൺസ് തിയറം ടു എ സർക്യൂട്ട് yields. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ആൻ ഇംപെഡൻസ് ഇൻ പാരലൽ അല്ലേ? ഒരു കറണ്ട് സോഴ്സ് IN ഉം അതിന് പാരലൽ ആയിട്ട് ഒരു ഇംപിഡൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു DC സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് R മാത്രമേ ഉണ്ടാവുള്ളൂ. AC സർക്യൂട്ടിലോട്ട് വരുമ്പം ഈ RN എന്ന് പറയുന്ന പകരം നമ്മുടെ ZN ഇംപിഡൻസ് ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് എന്താ ഈക്വലന്റ് കറണ്ട് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ പാരലൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As the voltage of a transmission line increases, the volume of conductor. എന്തൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ A increases, ഓപ്ഷൻ B does not change, ഓപ്ഷൻ C increases proportionately, ഓപ്ഷൻ D decreases. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോൾട്ടേജ്. അതായത് ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ് കൂടുമ്പോൾ കണ്ടക്ടറിന്റെ വോളിയത്തിന് എന്ത് പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ദ വോളിയം ഓഫ് കണ്ടക്ടർ റിക്വയർഡ് എന്ന് പറയുന്നത് is directly proportional to 1/v² ആണ്. അതായത് നമുക്ക് വേണ്ട കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ വോൾട്ടേജിന്റെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും? നമുക്ക് വേണ്ട വോളിയം ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ഡിക്രീസസ്. ഓപ്ഷൻ ഡി ഡിക്രീസസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് വോളിയം ഓഫ് വോളിയം ഓഫ് ദിസ് കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ വോളിയത്തും അതല്ലെങ്കിൽ അതിന്റെ സൈസ് എനിക്ക് എന്ത് സംഭവിക്കും? കുറയ്ക്കാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ഡിക്രീസസ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് ഫോർ ഷീൽഡിംഗ് ഓർ സ്ക്രീനിങ് മാഗ്നറ്റിസം ഈസ്. ഓപ്ഷൻസ് ബ്രാസ്, സോഫ്റ്റ് അയൺ, കോപ്പർ, അലുമിനിയം. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഷീൽഡിങ്. അതായത് മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് നിങ്ങൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഇപ്പോൾ എനിക്ക് അതിൽ കൂടെയുള്ള ഫ്ലെക്സ് ലൈൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് കടക്കാതെ എനിക്ക് വെക്കണം. സോ അങ്ങനെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരാതെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഡീവിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് എന്താ പറയുക, നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരറ്റത്തു നിന്ന് ഒരു ഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്താൽ ഒരറ്റത്ത് എൻഡ് ചെയ്യാൻ ഒരു പോൾ അവിടെ ഉണ്ടായിരിക്കും. മോണോപോൾസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് എനിക്ക് മാഗ്നറ്റിക് ഫ്ലക്സിനെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് കട്ട് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല. എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഏത് ഏരിയയിലാണോ എനിക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് വേണ്ടാത്തത്, ആ ഏരിയയ്ക്ക് ചുറ്റും എന്ത് സംഭവിക്കണം? ഞാനൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ കീപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കീപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന് മാക്സിമം പെർമിയബിലിറ്റി ആണ് അല്ലേ? സോ മാക്സിമം ഫ്ലക്സ് ലൈൻസ് ആ ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയലിലേക്കൂടെയാണ് പാസ് ചെയ്യാൻ നോക്കുള്ളൂ. കാരണം ഫ്ലക്സ് ഓൾവേസ് ട്രൈസ് ടു ഫ്ലോ ദ ലോ റിലക്റ്റൻസ് പാത്ത്. സോ ആ മാഗ്നറ്റിക് സോഫ്റ്റ് അയൺ മെറ്റീരിയലിലൂടെ ആയിരിക്കും നമ്മുടെ മാക്സിമം ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്നത് അല്ലേ? സോ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഇൻസൈഡ് സ്പേസ് എന്തായിരിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സോഫ്റ്റ് അയൺ റിംഗ് ഞാനിവിടെ യൂസ് ചെയ്തു എന്ന് വെച്ചോ. നമുക്കറിയാം ഈ സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ? സോ അങ്ങനെ ഒരു സോഫ്റ്റ് അയൺ റിംഗ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഇതിൽ കൂടെ ഒരു ഫ്ലക്സ് ലൈൻ വരുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഫ്ലക്സ് ലൈൻ എപ്പോഴും ഈ സോഫ്റ്റ് അയൺ മെറ്റീരിയൽ അതിന് ഹൈ പെർമിയബിലിറ്റി ആയതുകൊണ്ട് ഈ സോഫ്റ്റ് അയൺ മെറ്റീരിയലിലൂടെയാണ് പാസ് ചെയ്യാൻ നോക്കുള്ളൂ അല്ലേ? സോ അതിന്റെ ഇൻസൈഡ് സ്പേസിന് എന്താക്കാൻ പറ്റും? എനിക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ഫ്രീ ആക്കാൻ പറ്റൂ അല്ലേ? സോ അങ്ങനെ ഒരു സ്പേസിൽ നിന്ന്, അതായത് ഇൻസൈഡ് സ്പേസ് എന്തായിരിക്കും? ഇപ്പോൾ ഫ്ലെക്സ് ലൈൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കും. സോ അങ്ങനെ ഒരു സ്പേസിനെ ഷീൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പ്രസൻസ് ഇല്ലാതാക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആയിരിക്കണം. ഹൈ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് യൂഷ്വലി അല്ലേ? സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, സോഫ്റ്റ് അയൺ ആണ് അല്ലേ? സോ സോഫ്റ്റ് അയൺ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഭയങ്കര കോസ്റ്റ്ലി റിസ്റ്റ് വാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ഫ്രെയിം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ പാസ് ചെയ്യുള്ളൂ. നമ്മുടെ വാച്ചിന്റെ ഇൻസൈഡ് പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ പ്രസൻസിൽ നിന്ന് എനിക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്.